ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുൽ വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എവിടെയാ ലക്ഷ്മി? ഇത്രയും ദിവസം നിങ്ങൾ എവിടെയാണ് അവിടെ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ലക്ഷ്മിയെ ഞാൻ കൊന്നിട്ടില്ല, പക്ഷേ അവൾ എവിടെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെ വ്യാജ പേരിൽ എന്തൊക്കെയോ പറഞ്ഞു തരുന്ന ഒരാൾക്കാരുണ്ട്, പക്ഷെ അതൊന്നും സത്യമല്ല എന്ന രീതിയിൽ തന്നെ വിക്രമൻ പറയുന്നുണ്ട്. മാത്രമല്ല, ലക്ഷ്മിയിൽ പിറന്നത് എൻ്റെ ചോര തന്നെയാണ്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ അവൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്നും എനിക്കറിയില്ല. ഇനി എന്നെ ഭീഷണിപ്പെടുത്താൻ ആരും വരാൻ നിൽക്കണ്ട എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വിക്രമൻ മറുപടി കൊടുക്കുന്നത്. ആ സമയത്ത് കാണിക്കുന്നത് ഹരിതയും അതുപോലെ രാഹുലിനെയാണ് കേട്ടോ. രാഹുൽ അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ഹരിത റൂമിലേക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ എല്ലാവരും എങ്ങോട്ടൊക്കെയോ പോവുകയാണ്, നമുക്ക് രണ്ടുപേർക്ക് കൂടി ഒന്ന് കറങ്ങാൻ പോയാലോ? എനിക്ക് നിന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നീ എപ്പോഴും പറയാറില്ലേ എൻ്റെ കാമുകിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എപ്പോഴൊന്ന്. ശരി, ഞാൻ അങ്ങനെ തന്നെയാണ്. പിന്നെ എങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ സാധിക്കും? അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ലേ. നീ എന്നെയും കൂടി കൊണ്ടുപോകാം, ഞാൻ കാറിൽ മര്യാദയ്ക്ക് ഇരുന്നോളാം. നീ എങ്ങോട്ടാച്ചാൽ കറങ്ങിയിട്ട് വന്നോന്ന് പറയുന്നുണ്ട്. ഇല്ല, നിന്നെ എങ്ങോട്ടും ഞാൻ കൊണ്ടുപോകാൻ പോകണില്ല. ഞാൻ എൻ്റെ സൗകര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹരിതയെ തള്ളി മാറ്റിയിട്ട് രാഹുൽ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പിന്നീട് ആ ഒരു ചന്ദ്രദാസിനെയും അതുപോലെ രാഹുലിനെയും തന്നെയാണ് കാണിക്കുന്നത്. അപ്പോഴത്തേനും ചന്ദ്രദാസ് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അച്ഛനോടുള്ള കാര്യമാണെങ്കിൽ അച്ഛനോട് നേരിട്ട് തന്നെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടൊന്നും അച്ഛനൊരു കാര്യം കേൾക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാം എന്നൊക്കെ ചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ രാഹുലിനെ കാണാൻ തന്നെ വന്നിരിക്കുകയാണ്. കാരണം വർഷയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വർഷയെ നീ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവളെ ഒരുത്തനും കണ്ണുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. താൻ എന്താണോ മണ്ടനായി പറയുന്നത്? ഞാൻ വർഷയ്ക്ക് ബന്ധം എന്താണെന്ന രീതിയിലൊക്കെ ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ പ്രണയത്തിലാണെന്നും നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തി തരണമെന്ന് വസുന്ധര അവിടെ പറയുന്നതും കേട്ടല്ലോ. കണ്ണിൽ കാണാത്തൊന്നും വിശ്വസിക്കരുത് മനുഷ്യ. നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഇനി മേലാൽ ഇമാതിരി വൃത്തികെട്ട രീതിയിൽ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്തുള്ള ആ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ ശരിയാക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് വാക്ക് തർക്കം ഉണ്ടാവുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷയും വിവേകിനെ തന്നെയാണ്. വർഷയാണെങ്കിലോ ഒരു വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് വന്ന സമയത്ത് തന്നെ വിവേക് അവളെ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത്. അതിനുശേഷം തന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും, എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം, അവൾ വരുന്നവരെ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ കാവലായിട്ട് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ തനിക്ക് എന്താണോ വേണ്ടത് വെച്ചിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, ഈ വണ്ടി താനെന്താ എന്നെ കൊടുക്കാനായിട്ട് നോക്കുകയാണോ? താൻ എപ്പോഴും എന്നോട് എന്തിനാ ഇങ്ങനെ വഴക്കടിക്കാൻ നിൽക്കുന്നത്? പിന്നെ വഴക്കടിക്കാതെ താൻ എന്നോട് ചെയ്തതിനൊക്കെ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് വർഷ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ താൻ രാഹുലിൻ്റെ കാമുകയാണെങ്കിൽ അങ്ങ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? താനും രാഹുലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ. രാഹുൽ ചേട്ടൻ ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കോട് പറയേണ്ട എന്താ ആവശ്യമുള്ളത്? നിങ്ങളുടെ കല്യാണം ഉണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്. ഉണ്ടാവും, അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൊണ്ടിരിക്കേണ്ട വർഷ. ആ സമയത്ത് തന്നെ താനൊന്ന് മുന്നിൽ നിന്ന് മാറിക്കേ, ഞാൻ പോണോടത്തേക്കൊക്കെ ഈ ശല്യക്കേടായിട്ട് നിങ്ങൾ വന്നുകൊള്ളും എന്നും പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ വീട്ടിലേക്കാണ് പോകേണ്ടത്, എനിക്കൊരു പ്ലംബിങ്ങിൻ്റെ വർക്കുണ്ടെന്ന് പറയുന്നുണ്ട്. തൻ്റെ വണ്ടി മാറ്റിയാൽ എനിക്കിതിനകത്തേക്ക് എൻ്റെ വണ്ടി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണോ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? തന്നെ പോലത്തെ ഒരുത്തൻ എൻ്റെ വീടിനടുത്തുണ്ട്, അവനെ കൊണ്ട് ഭൂലോക ശല്യമാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വിവേകിനെ കുറിച്ച് തന്നെയാണ് വർഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറി, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെയും പിഞ്ചപ്പനെയും അതുപോലെ തന്നെ വിവേകിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും വഴക്കടിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. എടാ, അവളുടെ പുറകെ പോയ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയാനായിട്ട് പറ്റും. അത് ഞാൻ അവളുടെ പുറകെ തന്നെ പോകണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ രാഹുലിനെയും അഞ്ജുവിനെയും കാണിക്കുന്ന മൃദുലിൻ്റെ വീട്ടിൽ അഞ്ജു രാഹുലിനോട് പറയുന്നുണ്ട്, നമ്മുടെ പ്രശ്നത്തിൽ ആ വർഷയെ വലിച്ചെഴുക്കേണ്ട കാര്യമില്ല, പാവമാണ് അവൾ. കാരണം എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചീത്തപ്പേരും കൂടി അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മൾ കാരണം അവളുടെ ജീവൻ ആപത്ത് വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് എന്ത് ആപത്ത് വരുന്ന? അതെ, നീ ഒന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞ അവളെ കേൾക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പിന്മാറാൻ എൻ്റെ പേര് പറയാനും അവളോട് പറയണം. ഞാൻ പറഞ്ഞ അവൾ എന്നെ സമ്മതിക്കുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും താൻ എനിക്ക് തന്നിട്ടുള്ള പിറക്കാതെ പോയ എൻ്റെ കൂടപ്പിറപ്പല്ലേ വർഷ, അവളെ എനിക്കൊന്ന് കാണണം. അതിനുശേഷം തന്നെ ആ കുട്ടിയോട് എനിക്ക് നല്ലോണം സംസാരിക്കണം. ഞാൻ അവളങ്ങനെ കുരുക്കിൽ കൊടുക്കില്ലടോ എന്നും പറയുന്നുണ്ട് കേട്ടോ.
പിന്നീട് ഷാർമിളയും അതുപോലെ തന്നെ വർഷയെ തന്നെ കാണിക്കുന്നത്. അങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽസ്, അതായത് വിക്രമനും അതുപോലെ തന്നെ ഹരിതയുടെ ഡാഡിയുമായിട്ടുള്ള കുറച്ച് കരാർ പേപ്പേഴ്സൊക്കെയാണ് കൊടുക്കുന്നത്. അവർ പുതിയ പ്രോജക്റ്റൊക്കെ തുടങ്ങിയതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വർഷയ്ക്ക് കൈമാറുന്നത് ശിവമോൾക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. രാഹുൽ നീയും തമ്മിലുള്ള കാര്യം തെറ്റിദ്ധരിച്ചപ്പെട്ടിരിക്കുകയാണ്. നീ എന്തിനാ മോളെ അവൻ്റെ കാമുകി മറച്ചു പിടിച്ചുകൊണ്ട് നിൻ്റെ പേര് പറഞ്ഞത്? നീ വലിയ ത്യാഗമാണ് അവന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ പിറക്കാതെ പോയൊരു സഹോദരിയാണ്. അന്ന് ലക്ഷ്മിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കുട്ടി അവൾക്ക് ഉണ്ടായിരുന്നേനെ, അതായത് അവൻ്റെ സഹോദരിയായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിവേകിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. രാഹുലിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണ് ഈ കാണിക്കുന്നത് രാഹുലിനെയും അതുപോലെ തന്നെ അഞ്ജുവിനെയാണ്. നമുക്കേ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ഇവിടെ ഇപ്പോൾ ഇതന്നെ ഇല്ലേ ഉള്ളൂ. എന്നിട്ടൊന്നുമല്ല, ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാം, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കുക്ക് ചെയ്യുന്നു. അതിന് ഷാർമിളയും അതുപോലെ തന്നെ വർഷയും സംസാരിക്കുന്ന കാര്യം, അതായത് ഒരു ഡോക്യുമെൻ്റൊക്കെ വർഷയ്ക്ക് കൊടുക്കുന്നതൊക്കെ വിവേകും ഏഞ്ചപ്പനും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ വിക്രമിൻ്റെ വീട്ടിലുള്ള പെണ്ണാണത്. അവൾ എന്തിനാ വർഷയായിട്ടുള്ള രാഹുൽ അവളുടെ വിവാഹം കഴിക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോഴുള്ള സ്നേഹപ്രകടനമായിരിക്കാം. പക്ഷേ അവരെന്തോ കൊടുക്കുന്നുണ്ട്, അത് കൊറിയർ സർവീസ് ആയിരിക്കണം, അല്ലാതെ വേറെ എന്താ. അവൾക്ക് അതും പണിയുണ്ടാവും ഈ ഡെലിവറികളുടെ എന്ന രീതിയിലൊക്കെ ഇഞ്ചപ്പനും പറയുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്കിവിടെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നു. ആ സമയത്ത് വർഷയും ഹരിതയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മമ്മിക്ക് എന്താ ഇവളായിട്ട് ബന്ധം? ഓ, രാഹുലിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അമ്മായി മരുമകളോട് സംസാരിക്കുന്നത്. ഇവൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയും അതുപോലെ തന്നെ അഞ്ജുവിനെയാണ് കേട്ടോ. അഞ്ജു രാഹുലും കൂടി ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു റൊമാൻറ്റിക് മൂഡിലാവുന്നുണ്ട് കേട്ടോ. സമയത്ത് അവരുടെ സ്നേഹം അവർ പരസ്പരം പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണമൊക്കെ കരിഞ്ഞു പോയതും ഉടഞ്ഞു പോയതൊക്കെയാണ് കേട്ടോ. എന്നാലും നമ്മുടെ ജീവിതം പോലെ ഇങ്ങനെയൊക്കെ ആയില്ലേ ഇതും. എന്ത് ചെയ്യാനാണ്, ഇനിയുള്ളത് വെച്ച് കഴിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാമെന്ന് പറയുന്നു. ഹരിതയാണെങ്കിലോ വർഷയെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിവേകും പിഞ്ചപ്പനും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അതായത് വർഷയെ. അങ്ങനെ ഹരിതയുടെ നീക്കം എന്തായാലും പൊളിയോ എന്നുള്ളത് സംശയമാണ്. കാരണം ഹരിത ലക്ഷ്യം വെച്ചിരിക്കുന്നത് വർഷയാണ് കേട്ടോ. പക്ഷെ പുറകിൽ രക്ഷിക്കാനായിട്ട് വിവേകുണ്ട്. അങ്ങനെയൊന്നും വിവേക് വർഷ ആർക്കും വിട്ടു കൊടുക്കില്ല കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്